യെസ്, ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വാർത്ത സാന്ദ്ര തോമസിന്റെ പത്രിക പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തള്ളിയിരിക്കുന്നു. പ്രസിഡന്റ് സ്ഥാനത്തേക്കും ട്രഷറർ സ്ഥാനത്തേക്കുമുള്ള പത്രിക തള്ളിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. രണ്ട് സ്ഥാനത്തേക്കും സാന്ദ്രയ്ക്ക് ഇനി മത്സരിക്കാൻ സാധിക്കില്ല. നേരത്തെ തന്നെ നമുക്കറിയാം, വലിയ ഫൈറ്റ് സാന്ദ്ര തോമസ് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെതിരെ നടത്തിക്കൊണ്ടിരുന്ന സമയത്താണ്, ആ കേസൊക്കെ കോടതിയിലുള്ള സമയത്താണ് ഇത്തരത്തിൽ പത്രിക നൽകിയിരുന്നത്. ഇതിൽ സാങ്കേതിക തകരാറുകൾ മാത്രമാണ് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. പക്ഷെ സ്വാഭാവികമായിട്ടും അതൊരു വൈരാഗ്യത്തോടെ ഇല്ലെങ്കിൽ സാന്ദ്രയ്ക്കെതിരായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ അതിനെ വിലയിരുത്തേണ്ടത്. കാരണം ഇതുവരെ ഇല്ലാത്ത കാരണങ്ങളാണ് വരണാധികാരി അറിയിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ലിഡിയ ജേക്കബ് ചേരുന്നുണ്ട്. ലിഡിയ, എന്താണ് സംഭവിച്ചത്? സാന്ദ്ര തോമസിന്റെ പത്രിക തള്ളിയിരിക്കുന്നു. പ്രസിഡന്റ് സ്ഥാനത്തേക്കും ഒപ്പം ട്രഷറർ സ്ഥാനത്തേക്കുമാണ് ഉള്ള പത്രികയാണ് നിലവിൽ തള്ളിയിരിക്കുന്നത്. അതായത് ട്രഷറർ സ്ഥാനത്തേക്കുള്ള സൂക്ഷ്മ പരിശോധനയിലാണ് മുമ്പ് സൂചിപ്പിച്ച പോലെ, അതായത് ഈ സെൻസർ സർട്ടിഫിക്കറ്റിന്റെ ഇഷ്യൂ, അതായത് 2 സെൻസർ സർട്ടിഫിക്കറ്റ് മാത്രമാണ് സാന്ദ്രയുടെ കയ്യിലുണ്ടായിരുന്നത്. മറ്റത് ഈ ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ സെൻസർ സർട്ടിഫിക്കറ്റ് ആയിരുന്നു. അത് 2 പേർ ചേർന്ന്, അതായത് വിജയ് ബാബുവുമായി ചേർന്ന് നിർമ്മിച്ച ചിത്രങ്ങളുടെ സെൻസർ സർട്ടിഫിക്കറ്റ് ആണ്. അത്തരത്തിൽ 2 സെൻസർ സർട്ടിഫിക്കറ്റ് മാത്രമാണ് തന്റെ നിർമ്മാണ കമ്പനിയുടേത് മാത്രമായിട്ട് സാന്ദ്രയുടെ കയ്യിലുണ്ടായിരുന്നത്. അതിൽ അത്തരത്തിൽ ആ 2 സെൻസർ സർട്ടിഫിക്കറ്റ് കൊണ്ട് മാത്രം മത്സരിക്കാനാവില്ല എന്ന നിലപാട് ഈ വാരണാധികാരി എടുക്കുകയും തുടർന്ന് അതിനെ ചൊല്ലി വലിയ തർക്കത്തിലേക്ക് ഇത് പോവുകയുമായിരുന്നു. സാന്ദ്ര വലിയ രീതിയിൽ തർക്കുകയും വലിയ രീതിയിലൊരു ബഹളം ഉണ്ടാവുകയും ചെയ്തു. അതിനെ തുടർന്ന് ഇത്തരത്തിൽ അത് കഴിഞ്ഞ ശേഷം, അതായത് വലിയൊരു തർക്കത്തിന് ശേഷം സാന്ദ്രയുടെ പത്രിക തള്ളിയതായിട്ട് അറിയിച്ചിരിക്കുകയാണ്. സാന്ദ്രയുടെ പത്രിക രണ്ടും, അതായത് ട്രഷറർ സ്ഥാനത്തേക്കുള്ള പത്രിക തള്ളുമ്പോൾ സ്വാഭാവികമായും പ്രസിഡന്റ് സ്ഥാനത്തേക്കുമുള്ള പത്രിക തള്ളും. ഇത്തരത്തിൽ സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് പത്രിക തള്ളാനുള്ള ഒരു തീരുമാനം റിട്ടേണിംഗ് ഓഫീസർ എടുത്തിരിക്കുന്നത്. നിലവിൽ സാന്ദ്ര വലിയ രീതിയിലുള്ള പ്രതിഷേധം നിയമപരമായി മുന്നോട്ട് പോകുമെന്നടക്കമുള്ള കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട്. അതായത് കോടതിയെ സമീപിക്കുകയാണ് അടുത്ത ലക്ഷ്യം, അല്ലെങ്കിൽ അടുത്ത നടപടി എന്ന് പറയുന്നത് കോടതിയെ സമീപിക്കുക മാത്രമാണ്. അപ്പോൾ അതിലേക്ക് തന്നെയാകും ഇനി ഈ കടക്കുക എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. സാന്ദ്ര അത്തരത്തിലുള്ള കാര്യം അവിടെ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് താൻ നിയമപരമായി തന്നെ ഇതിനെ നേരിടും എന്ന് സാന്ദ്ര വലിയ രീതിയിൽ സൂചിപ്പിക്കുകയും കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഈ തർക്കം നിലനിൽക്കുക തന്നെയാണ്. ഇത്തരത്തിൽ നമുക്കറിയാം, കഴിഞ്ഞ കുറെ മാസങ്ങളായി സാന്ദ്ര വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ മറ്റംഗങ്ങൾക്കെതിരെ, ബി രാഗേഷിനും അനിൽ തോമസിനും ആൻഡ്രൂ ജോസഫിനും ഒക്കെ എതിരെ വലിയ രീതിയിൽ നമുക്കറിയാം ലിസ്റ്റിനൊക്കെ എത്രത്തോളം ഹോൾഡ് ഉണ്ട് അസോസിയേഷനിൽ. നമുക്കറിയാം പ്രൊഡ്യൂസേഴ്സ് ഒക്കെ ഏത് തരത്തിലാണ് സാന്ദ്രയുടെ പരാതികളിൽ കോടതിയിൽ പോയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിലപാട് സ്വീകരിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും മറ്റാരും അവിടെ സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയില്ല. പക്ഷേ എങ്കിലും ചോദിക്കട്ടെ, ആരെങ്കിലും ഉണ്ടായിരുന്നോ സാന്ദ്രയുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കാൻ അവിടെ? ഇത് സംഘടിതമായൊരു തീരുമാനമാണ് എന്ന കാര്യം, നേരത്തെയുള്ള മാനനഷ്ട കേസ് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ സാന്ദ്രയ്ക്ക് വ്യക്തമായ ധാരണയുണ്ട്. സംഘടിതമായിട്ട് ഏത് തരത്തിലാണ് സാന്ദ്രയ്ക്കെതിരെ അവർ നിൽക്കുന്നത് എന്നുള്ളത്. എങ്ങനെയായിരുന്നു സാന്ദ്രയുടെ അവിടുത്തെ ഫൈറ്റ്? ഇനി എങ്ങനെ തുടരും? പ്രതികരിക്കാൻ സാധ്യതയുണ്ടോ ഇന്ന്? മുൻപ് തന്നെ ഇത്തരത്തിൽ സാന്ദ്രയുടെ പത്രിക തള്ളും എന്നതിനെ പറ്റിയുള്ള സൂചനകൾ ലഭ്യമായിരുന്നു. ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ മറ്റംഗങ്ങൾ ആ ഒരു രീതിയിൽ സൂചിപ്പിക്കുകയും അത്തരത്തിൽ പ്രതികരിക്കുകയും ഒക്കെ ചെയ്തതാണ്. കാരണം അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നത് ഇത് ആസൂത്രിതമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്നതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ സാങ്കേതിക കാരണങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ മുൻ ഭാരവാഹികളും ഒപ്പം മറ്റംഗങ്ങളും ഒക്കെ സൂചിപ്പിക്കുന്നത്. അത് തന്നെയാണ്, സാന്ദ്ര ഒറ്റയാൾ പോരാട്ടം തന്നെയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നടത്തുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഒറ്റയ്ക്ക് തന്നെയാണ് സാന്ദ്ര വലിയ രീതിയിൽ തർക്കിക്കുകയും വലിയ ബഹളം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തത് ഒറ്റയ്ക്ക് തന്നെയാണ്. മറ്റ് അംഗങ്ങൾ എല്ലാവരും തന്നെ സാന്ദ്രയ്ക്ക് എതിരായി തന്നെയാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ഇത്തരത്തിൽ പത്രിക തള്ളുകയാണ് എന്ന റിട്ടേണിംഗ് ഓഫീസർ അറിയിക്കുകയും അതിനെ തുടർന്ന് വലിയ വാക്കുതർക്കത്തിലേക്ക് ഇത് പോവുകയും മറ്റംഗങ്ങളുമായും ഒക്കെ വലിയ രീതിയിലുള്ള വാക്കുതർക്കത്തിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുകയായിരുന്നു. തുടർന്ന് സാന്ദ്ര ഇനിയിപ്പോൾ കോടതിയെ സമീപിക്കാനാണ് ഒരുങ്ങുന്നത്. അത്തരത്തിൽ നിയമപരമായി തന്നെ നേരിടുമെന്നാണ് സാന്ദ്ര അറിയിച്ചിരിക്കുന്നത്.